إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച എല്ലാ ജുമുഅ ഖുതുബകളിലും മറ്റ് ഉപദേശങ്ങളിലുമെല്ലാം കേൾപ്പിച്ചിരുന്ന 3 വിശുദ്ധ വചനങ്ങൾ നമുക്കും സുപരിചിതമാണ്. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഖുതുബകളിൽ ആ 3 വചനങ്ങളും ഓതി കേൾപ്പിക്കുന്നു. ആ 3 വചനങ്ങളുടെ തഫ്സീറുകളിൽ കാണാം, അല അന്ന ഖൈറ ദുനിയ വൽ ആഖിറതി ജമീഅൻ യുസ്തൻസലു ബിത്തഖ്വ വസ്സുദ്ഖി വത്ത്വാഅതി ലില്ലാഹി ജല്ല വതആല വലിറസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിൻ്റെ അടിമക്ക് അവൻ്റെ ഐഹികവും പാരിത്രികവുമായ ജീവിതത്തിലെ എല്ലാ നന്മകളും നേടാൻ നിമിത്തമാകുന്ന 3 കാര്യങ്ങൾ. ഒന്ന്, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുള്ള ജീവിതം, അതാണ് തഖ്വ. മറ്റൊന്ന്, വാക്കിലും പ്രവർത്തനങ്ങളിലും സത്യസന്ധമായ നിലപാടുകൾ സ്വീകരിക്കൽ. മറ്റൊന്ന്, ജീവിതത്തിൻ്റെ ഏത് കർമ്മങ്ങളിലും വിശ്വാസ അനുഷ്ഠാനങ്ങളിലും അള്ളാഹുവിനെയും അവൻ നിയോഗിച്ച അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുസരിച്ചുള്ള ജീവിതം. ഈ 3 കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ് ഒരു സത്യവിശ്വാസിക്ക് ഐഹികവും പാരിത്രികവുമായ നന്മകൾ ലഭിക്കുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ ജുമുഅ ഖുതുബകളിലടക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതാണ് ഉപദേശിച്ചിരുന്നത്. അതിൽപ്പെട്ട ഒരു വചനമാണ് സൂറത്തുൽ അഹ്സാബിലെ നിങ്ങൾ ശ്രദ്ധിച്ച 70-ാമത്തെ വചനം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമ. ഈ ആയത്തിലൂടെ നമ്മോട് അള്ളാഹു കൽപ്പിച്ച ഒരു പ്രധാന ഉപദേശമാണ് വഖൂലു ഖൗലൻ സദീദ. നിങ്ങൾ നേരായ വാക്ക് മാത്രം പറയുക എന്ന്. ഈ ആയത്തിൽ പറഞ്ഞ ഉപദേശങ്ങൾ പാലിക്കുമ്പോൾ ലഭിക്കുന്ന നേട്ടം ആ വചനത്തിൽ തന്നെ പറഞ്ഞു. യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും. നിങ്ങളുടെ കർമ്മങ്ങളെ അവൻ നന്നാക്കി തരും, നിങ്ങളിൽ സംഭവിച്ച വീഴ്ചകൾ, പാപങ്ങൾ അവൻ പുറത്തു തരുമെന്ന്. നാവും സംസാരശേഷിയും എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ മഹത്തായ അനുഗ്രഹങ്ങളാണ്.
അതുകൊണ്ട് തന്നെ അവർ റബ്ബിൻ്റെ തൃപ്തിക്കായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയത് മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യഖുൽ ഖൈറ ഔ ലിയസ്മുത് എന്നാണ്. അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവർ നല്ലത് മാത്രം പറയട്ടെ, അല്ലെങ്കിൽ മൗനം അവലംബിക്കട്ടെ എന്നാണ്. ഖൂലു ഖൗലൻ സദീദ എന്നതിൽ എന്തൊക്കെ പെടും? മുഫസ്സിറുകൾ വളരെ വിശദീകരിച്ച ഒരു വചനമാണിത്. അതിലേറ്റവും പ്രധാനം ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾ ജീവിതത്തിലുടനീളം അള്ളാഹുവിൻ്റെ കലിമത്തു തൗഹീദ് പ്രഖ്യാപിക്കണം. അത് കേവലം നാവുകൊണ്ടുള്ള ഒരു ഉച്ചാരണമല്ല. ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്. യഥാർത്ഥത്തിൽ ആരാധനക്കർഹനായി അള്ളാഹുവല്ലാതെ മറ്റാരുമില്ല എന്ന ഉറച്ച വിശ്വാസത്തോടെ നിങ്ങളത് പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കണം. മൻ റബ്ബുക എന്ന് ചോദിച്ചാൽ ഒരു വിശ്വാസിയുടെ മറുപടി റബ്ബി അല്ലാ എന്നായിരിക്കും. അള്ളാഹുവാണ് എൻ്റെ റബ്ബ്, എൻ്റെ ഖാലിഖ് അവനാണ്, എന്നെ സൃഷ്ടിച്ചത്. എൻ്റെ മാലിക്, എന്നെ പൂർണ്ണമായും ഉടമപ്പെടുത്തുന്നവൻ അവനാണ്. എൻ്റെ മുദബ്ബിർ, എന്നെ പൂർണ്ണമായും നിയന്ത്രിക്കുന്നത് അവനാണ്. എൻ്റെ റാസിഖ്, എനിക്ക് ശ്വസിക്കാൻ വായു മുതൽ എൻ്റെ ആരോഗ്യവും എൻ്റെ സൗന്ദര്യവും എൻ്റെ സമ്പത്തും ഞാൻ അനുഭവിക്കുന്ന ഏതൊക്കെ അനുഗ്രഹങ്ങളുണ്ടോ അതൊക്കെ നൽകുന്നവൻ അവൻ മാത്രമാണ്. അതുകൊണ്ട് എൻ്റെ പ്രഖ്യാപനം റബ്ബി അല്ലാ, അള്ളാഹു മാത്രമാണ് എൻ്റെ റബ്ബ്. ഇതൊക്കെ ഖൂലു ഖൗലൻ സദീദ, നേരായ വാക്ക് പറയുക എന്നതിൽ ഉൾപ്പെടുമെന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയത് കാണും. ഇങ്ങനെ റബ്ബ് തൃപ്തിപ്പെടുന്ന ഏറ്റവും നല്ല വാക്കുകൾ നമ്മുടെ നാവിൽ നിന്ന് ഉയരണം. ഇലൈഹി യസ്അദുൽ കലിമുത് ത്വയ്യിബ്, അവനിലേക്ക് ഏറ്റവും വിശിഷ്ടമായ വാക്കുകൾ ഉയരും. വൽ അമലു സ്വാലിഹു യർഫഉ, എല്ലാ സൽപ്രവർത്തനങ്ങളെയും അള്ളാഹു അവനിലേക്ക് ഉയർത്തും എന്ന് അള്ളാഹു തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും നമ്മളൊരു വ്യക്തിയായി ജീവിക്കുമ്പോൾ, നമ്മളൊരു കുടുംബമായി ജീവിക്കുമ്പോൾ, നമ്മളൊരു സമൂഹമായി ഇടപെട്ട് ജീവിക്കുമ്പോൾ, ഈ മേഖലകളിലെല്ലാം വഖൂലു ഖൗലൻ സദീദ എന്ന അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് വിധേയമായി തന്നെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകണം. അനാഥകളുടെ കാര്യം പറഞ്ഞപ്പോൾ വഖൂലു ലഹും ഖൗലൻ മഅറൂഫ, അനാഥകളോട് നിങ്ങൾ മാന്യമായ വാക്കുകൾ മാത്രമേ പറയാവൂ എന്ന് അള്ളാഹു കൽപ്പിച്ചു. മാതാപിതാക്കൾക്ക് മക്കൾ നൽകേണ്ട നന്മകൾ എടുത്തു പറഞ്ഞ കൂട്ടത്തിൽ വഖുൽ ലഹുമാ ഖൗലൻ കരീമ, മാതാപിതാക്കളോട് ഏറ്റവും മാന്യമായ വാക്ക് പറയുക എന്ന് പറഞ്ഞാൽ ഖുൽ അഹ്സന മാ തജിദു മിനൽ ഖൗൽ എന്നാണ്. മാതാപിതാക്കൾക്ക് സമാധാനം ലഭിക്കുന്ന ഏത് നല്ല വാക്കാണ് നിനക്ക് പറയാൻ കഴിയുക അതവരോട് പറയണം എന്ന് അള്ളാഹു കൽപ്പിക്കുന്നു. സമ്പത്ത് ചെലവഴിക്കേണ്ട കാര്യം പറഞ്ഞപ്പോൾ വആതിദൽ ഖുർബ ഹഖ്ഖഹു വൽ മിസ്കീന വബ്നസ് സബീലി വലാ തുബദ്ദിർ തബ്ദീറ, ഏറ്റവും അടുത്ത കുടുംബ ബന്ധമുള്ളവനും അഗതിക്കും വഴിപോക്കനും ആ സമ്പത്തിൽ നിന്നുള്ള അവകാശം, സക്കാത്താണെങ്കിൽ അത്, സ്വതക്കയാണെങ്കിൽ അത് നീ നൽകണം എന്ന് അള്ളാഹു കൽപ്പിച്ചു. അങ്ങനെ നിന്റെ അടുത്ത് ആരെങ്കിലും വന്ന് ആ സഹായം നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ അള്ളാഹു നൽകുന്നൊരു ഉപദേശമുണ്ട്. വഇമ്മാ തുഅ്രിളന്ന അൻഹും ഇബ്തിഗാഅ റഹ്മത്തിൻ മിർ റബ്ബിക തർജൂഹാ ഫഖുൽ ലഹും ഖൗലൻ മൈസൂറ, നിന്റെ റബ്ബിൻ്റെ റഹ്മത്ത് പ്രതീക്ഷിച്ചുകൊണ്ട്, ആ റഹ്മത്താണ് അവർക്ക് നൽകുക വഴി. ഇനി അവർക്ക് നൽകാനില്ലെങ്കിലും നിന്റെ റബ്ബിൻ്റെ റഹ്മത്ത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നീ അവരിൽ നിന്ന് പിന്തിരിയുന്നതെങ്കിൽ, അല്ലെങ്കിൽ അവർ നിന്നെ തൊട്ട് പിന്തിരിഞ്ഞു പോകുന്നുവെങ്കിൽ, ആ സഹായം തേടി വന്നവര് അവരോട് ഫഖുൽ ലഹും ഖൗലൻ മൈസൂറ, ഏറ്റവും സൗമ്യമായ വാക്ക് അവരോട് പറയണമെന്നാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചപ്പോൾ മുഫസ്സിറുകൾ പറഞ്ഞത് ലതീഫൻ ബിരിഫ്കിൻ വവഅദിൻ ബിൽ ജമീൽ, ആ സഹായം തേടി വന്ന,
അല്ലെങ്കിൽ നീ സഹായം ചെയ്യേണ്ട ആ വ്യക്തിയോട് വളരെ സൗമ്യമായി നീ പെരുമാറണം. നല്ല വാഗ്ദാനം അവന് നൽകണം. ഈ സഹായം തേടി വന്ന ഈ സമയത്ത് എനിക്ക് തരാൻ കഴിഞ്ഞില്ലല്ലോ എന്ന ക്ഷമാപണം നടത്തണം. എന്തിന്? ലിയൻഖലിബു അൻക മുത്മഇന്നതൻ ഖവാതിറുഹും. അവർ നിന്റെ അടുത്ത് നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ വീണ്ടും വരാൻ അവർക്ക് തോന്നുന്ന നിലക്ക്, അവർക്ക് മനസ്സമാധാനം നൽകുന്ന നിലക്കുള്ള വാക്കുകൾ നീ അവർക്ക് പറഞ്ഞു കൊടുക്കണമെന്നാണ്. പലപ്പോഴും ദാനധർമ്മങ്ങളിൽ ഇതുണ്ടാകാറില്ല. ആരെങ്കിലും വന്നു പോകുമ്പോൾ ഇനിയും അവന് കൊടുക്കാൻ കഴിയട്ടെ എന്ന് ചിന്തിക്കുന്നവർ വളരെ കുറവാണ്. വന്നപ്പോൾ ഒന്നും തരാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ക്ഷമാപണം നടത്തുന്നവരും കുറവാണ്. അത് വേണമെന്നാണ്. വഖുല്ലഹും ഖൗലം മൈസൂറ, സൗമ്യമായ വാക്ക് അവരോട് പറയണം. എന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മിൽ വീണ്ടും വീണ്ടും പ്രതീക്ഷയുണ്ടാക്കണം. അടുത്ത വരവിന് കിട്ടും, അദ്ദേഹം എന്നെ സഹായിക്കും, അദ്ദേഹം എന്നെ അവഗണിക്കില്ല എന്നു തന്നെ തോന്നണം നമ്മോട് എന്നാണ് അള്ളാഹു ഈ കൽപ്പിക്കുന്നത്. ഒരു വിശ്വാസി സാമൂഹ്യ ജീവിയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന് നേതൃത്വം കൊടുത്ത മഹാവ്യക്തിത്വമാണ്. ഏറ്റവും നല്ല മാതൃക ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലുണ്ട്. കുടുംബത്തിൽ മാതൃകയുണ്ട്, അയൽവാസിക്ക് മാതൃകയുണ്ട്, മുഴുവൻ മനുഷ്യർക്കും മാതൃകയുണ്ട്. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് അള്ളാഹു കൽപ്പിച്ചത്, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫല്ലൻ ഗലീലൽ ഖൽബി ലം ഫല്ലു മിൻ ഹൗലിക്. അള്ളാഹുവിൽ നിന്നുള്ള റഹ്മത്ത് കൊണ്ട് മാത്രമാണ് താങ്കൾ അവരോട് വളരെ ലോലമായി സംസാരിച്ചത്. താങ്കൾ ഒരു പരുഷ സ്വഭാവക്കാരനായിരുന്നുവെങ്കിൽ അവർ താങ്കളുടെ ചുറ്റിൽ നിന്നും അകന്നു പോകുമായിരുന്നു എന്നാണ് അള്ളാഹു ഉപദേശിച്ചത്. ഈ ആയത്തിന്റെ തഫ്സീറിൽ അല്ലാമത്തു നാസിറു സഅദി റഹിമഹുല്ല പറഞ്ഞത്, ഫഹാദർ റസൂൽ അൽ മഅസൂമു യഖൂലുല്ലാഹു ലഹു മാ യഖൂൽ ഫകൈഫ ബിഗൈരിഹി എന്നാണ്. മഅസൂമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് അള്ളാഹു ഇങ്ങനെ പറഞ്ഞെങ്കിൽ മറ്റുള്ളവരോട് അള്ളാഹ് എങ്ങനെ പറയണമെന്നാണ്. അത്രമാത്രം നമ്മളെ മുന്നിലെത്തുന്ന, നമ്മൾ ബന്ധപ്പെടുന്ന, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന, ഇടപഴകുന്ന ആളുകളോട് ഏത് വിഷയത്തിലാവട്ടെ, വലൗകാന കാഫിറൻ, അതൊരു കാഫിറാണെങ്കിൽ പോലും ലിൻത ലഹും, മാന്യമായ വാക്കുകൾ, ലോലമായ സംസാരം, അവർക്ക് സമാധാനമുണ്ടാക്കുന്ന വാക്കുകളെ പറയാൻ പാടുള്ളൂ. നമ്മളൊക്കെ ഓരോ മേഖലയിലും പ്രവർത്തിക്കുന്നവരാണ്. ആ മേഖലകളിലൊക്കെ ഒരുപക്ഷെ നമ്മെ അന്വേഷിച്ചു വരുന്നവരുണ്ടാകാം, നമ്മൾ അഭിമുഖീകരിക്കുന്നവരുണ്ടാകാം. അവരോടൊക്കെ നല്ല വാക്ക് പറയാൻ കഴിയണം. അതാണ് വഖൂലു ഖൗലൻ സദീദ, നേരായ വാക്ക് പറയണം എന്ന അള്ളാഹുവിൻ്റെ കൽപ്പന. ഒരു അനുഗ്രഹം ലഭിച്ചാൽ അൽഹംദുലില്ലാഹില്ലദീ ബിനിഅ്മതിഹി തതിമ്മുസ് സ്വാലിഹാത്ത്, എത്രയെത്ര അനുഗ്രഹങ്ങളാണ് നമുക്കൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കുമ്പോൾ ഒരു നല്ല വാക്ക് നമുക്ക് പറയാൻ കഴിയണം. ഇതാ, ഈ അനുഗ്രഹങ്ങൾ എനിക്ക് സമ്പൂർണമായി തന്നത് അള്ളാഹുവാണ്, അതാണ് അവൻ്റെ സ്തുതി എന്ന വാക്ക്. ഒരു വിഷമം നേരിട്ടാൽ പോലും വിശ്വാസിയുടെ വാക്ക് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്നാണ്. ഏതവസ്ഥയിലും അള്ളാഹുവിനാണ് സർവസ്തുതിയും. ഒരു മുസീബത്ത് വന്നു, ആ മുസീബത്ത് കൊണ്ട് എന്തൊക്കെ നഷ്ടമുണ്ടായോ അവിടെയൊക്കെ ഒരു വിശ്വാസിയുടെ നാവിൽ നിന്നുയരുക റബ്ബിനെ ശപിക്കുന്ന വാക്കുകളല്ല, റബ്ബിനെ കുറിച്ച് ദുർവിചാരമുണ്ടാകുന്ന വാക്കുകളല്ല, എന്തേ എന്നെ എങ്ങനെ കഷ്ടപ്പെടുത്തി എന്ന ചിന്തകളല്ല. അവൻ ഉടനെ പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബത്തി വ അഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ. ഇത് മുഴുവൻ നമ്മൾ പഠിക്കണം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നത് നമുക്കൊക്കെ അറിയും. അതിൻ്റെ കൂടെ ഇതും കൂടെ പറയണം, അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബത്തി, അല്ലാഹുവേ ഈ മുസീബത്ത് കാരണം ഞാൻ ക്ഷമിക്കുകയാണ്, അതിൻ്റെ പ്രതിഫലം നീ കൊണ്ടോ. വ അഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ, എനിക്ക് അതുകൊണ്ട് ആ മുസീബത്ത് നേരിട്ട് എന്തൊക്കെ നഷ്ടമാണ് വന്നിട്ടുള്ളത്, ചിലപ്പോൾ കോടികളായിരിക്കും നഷ്ടം,
വമ്പിച്ച നഷ്ടം ഞാൻ സഹിച്ചിട്ടുണ്ട്. പക്ഷേ റബ്ബേ, അതിനൊക്കെ നികത്തി പകരം ഖൈറ് നൽകാൻ കഴിയുന്നവൻ നീ മാത്രമാണ്, അതുകൊണ്ട് എനിക്ക് കൊണ്ടോ എന്നാണ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, ആ ഉമ്മു സലമയുടെ കുടുംബത്തിന് താങ്ങും തണലുമായിരുന്ന അബൂ സലമ റളിയല്ലാഹു അൻഹു എന്ന ഭർത്താവ് മരിച്ചപ്പോൾ ഭർത്താവിൻ്റെ മരണം അനുഭവിച്ച നേരത്ത് പറഞ്ഞത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുമ്മ ഇജ്ർനി ഫീ മുസീബത്തി വ അഖ്ലിഫ് ലി ഖൈറൻ മിൻഹാ എന്നാണ്. ആ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഈ പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഫഅഖ്ലഫല്ലാഹു ലി ഖൈറാ, എൻ്റെ ഭർത്താവ് അബൂ സലമ മരണപ്പെട്ടാലും എനിക്ക് അല്ലാഹു ഏറ്റവും നല്ല ഖൈറ് നൽകി. അതാരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ എനിക്ക് ഭർത്താവായി കിട്ടിയത് അന്ത്യപ്രവാചകനായ അഷ്റഫുൽ ഖൽഖനെയാണ് എന്ന് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. മുസീബത്ത് വന്നപ്പോൾ ആ പ്രാർത്ഥിച്ചതിൻ്റെ ഗുണം അപ്പോൾ തന്നെ കിട്ടി എന്നാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു രോഗിയുടെ അടുത്തെത്തിയാൽ സാധാരണ എല്ലാവരും ചെയ്യാറുള്ളത് എന്താ? പലരും ആ രോഗി കേൾക്കേ പറഞ്ഞുകൊണ്ടിരിക്കും, എന്താ ഇങ്ങനെ ഈ അവസ്ഥയിലെത്തിയോ, എന്താണ് ക്ഷീണം, ഇങ്ങനെ അല്ലായിരുന്നല്ലോ, എന്തെല്ലാം വാക്കുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിൽ നമുക്ക് മാതൃകയില്ലേ? ലാ ബഅസ് തുഹൂർ ഇൻഷാ അല്ലാ. രോഗിയുടെ അടുത്ത് വെച്ച് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ച് ലാ ബഅസ, സാരമില്ല, തുഹൂർ ഇൻഷാ അല്ലാ, അല്ല ഉദ്ദേശിച്ചാൽ ഈ രോഗം മാറും എന്ന് ആ രോഗിയെ സമാശ്വസിപ്പിക്കുകയാണ്. ഇങ്ങനെയുള്ള നല്ല നല്ല വാക്കുകൾ, ഇതാണ് വഖൂലു ഖൗലൻ സദീദ, നേരായ വാക്ക് ജീവിതത്തിൽ ഉണ്ടാകണം. അങ്ങനെ ഉണ്ടായാൽ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ കർമ്മങ്ങളെ മുഴുവൻ അള്ളാഹു നേരെയാക്കും, നന്നാക്കും. നിങ്ങളുടെ പാപങ്ങൾ ഏതൊക്കെ വന്നാലും അതൊക്കെ പുറത്തു തരും. ഇങ്ങനെ വാക്കുകൾ നന്നാക്കുമ്പോൾ തന്നെ ദുഷിച്ച വാക്കുകൾ നമ്മുടെ നാവിൽ നിന്ന് വരാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. വലാ തൽമിസു അൻഫുസക്കും വലാ തനാബസു ബിൽ അൽഖാബ് ബിഅസൽ ഇസ്മുൽ ഫുസൂഖു ബഅദൽ ഈമാൻ വമൻ ലം യതുബ് ഫഉലൈക ഹുമുൽ ളാലിമൂൻ. അല്ലാഹ് പറയുന്നു, നിങ്ങൾ പരസ്പരം തൽമിസു അൻഫുസക്കും, കുത്തിപ്പറയരുത്. മറ്റുള്ളവനെ ശപിച്ച് അവനെ മോശമാക്കി തരം താഴ്ത്തി അവനെ അപമാനിക്കുന്ന വാക്കുകൾ ഉണ്ടാവരുത്. വലാ തനാബസു ബിൽ അൽഖാബ്, ചീത്ത ദുഷിച്ച പേരുകൾ കൊണ്ട് നിങ്ങൾ ആളുകളെ വിളിക്കരുത്. ഇതൊക്കെ ഇന്നും സമൂഹത്തിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആയത്ത് ഇറക്കി അള്ളാഹു നമ്മെ ഉപദേശിക്കാണ്, ദുഷിച്ച പേരുകൾ കൊണ്ട് മറ്റുള്ളവരെ അഭിസംബോധന ചെയ്യരുത്, വിളിക്കരുത്. ബിഅസൽ ഇസ്മുൽ ഫുസൂഖു ബഅദൽ ഈമാൻ, ഈമാൻ ലഭിച്ച ശേഷം അത്തരം വാക്കുകൾ നാവിൽ നിന്ന് പുറത്തു വരുന്നത് എത്ര മോശമാണ്. വമൻ ലം യതുബ് ഫഉലൈക ഹുമുൽ ളാലിമൂൻ, ആരെങ്കിലും പക്ഷാതപിച്ച് മടങ്ങിയില്ലെങ്കിൽ അവരാണ് അക്രമികൾ എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു. മറ്റൊരു ഹദീസിൽ കഫാ ബിൽ മർഇ കദിബൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ, കേട്ടതൊക്കെ വിളിച്ചു പറയുന്നത് മതി ഒരു വിശ്വാസി, ഒരാൾക്ക് കളവാകാൻ എന്നാണ്. കേട്ടതൊക്കെ വിളിച്ചു പറയേണ്ടവരല്ല സത്യവിശ്വാസികൾ എന്നർത്ഥം. മറ്റൊരു ഹദീസിൽ ലൈസൽ മുഅ്മിനു ബിത്ത്വാനി വലൽ ലആനി വലൽ ഫാഹിഷി വലൽ ബദിയി, ഒരു വിശ്വാസി ഒരിക്കലും കുത്തിപ്പറയുന്നവനോ ശപിച്ചു പറയുന്നവനോ അല്ലെങ്കിൽ ദുഷിച്ച വാക്കുകൾ ഉരുവിടുന്നവനോ അധർമ്മകാരിയോ അല്ല എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുന്നു. നാം അള്ളാഹുവിൻ്റെ കൽപ്പന സ്വീകരിക്കുക. സൂറത്തുൽ ഇസ്രായിലെ 53-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട്, വഖുല്ലി ഇബാദി യഖൂലുല്ലതി ഹിയ അഹ്സൻ, എൻ്റെ അടിമകളോട്, അള്ളാഹു നമ്മെ അവനിലേക്ക് ചേർത്തി പറഞ്ഞ വചനങ്ങൾ കാണും. എൻ്റെ അടിമകളോട് താങ്കൾ പറയണം, അവർ ഏറ്റവും നല്ല വാക്കുകൾ പറയട്ടെ. നമ്മൾ പറയുന്ന ഓരോ വാക്കും അത് നമുക്ക് ഉപകാരപ്പെടുന്നുണ്ടോ, കേൾക്കുന്നവർക്ക് ഉപകാരപ്പെടുന്നുണ്ടോ? നാം എഴുതിവിട്ട മെസ്സേജുകൾ മറ്റുള്ളവനെ സമാധാനം കെടുത്തുന്നതാണോ, വേദനിപ്പിക്കുന്നതാണോ, അതല്ല അവനൊരു നല്ല ആശ്വാസം നൽകുന്നതാണോ എന്നൊക്കെ ചിന്തിക്കണം. ഇന്ന ശൈത്വാന യൻസഗു ബൈനഹും, നിങ്ങളിൽ നിന്ന് ദുഷിച്ച വാക്കുകൾ ഉണ്ടാകാൻ കാരണം നിങ്ങൾക്കിടയിൽ പിശാചിൻ്റെ ശക്തമായ ഇടപെടലുകളുണ്ട്. ഇന്ന ശൈത്വാന ഖാനലിൽ ഇൻസാനി അദുവ്വ മുബീന, മനുഷ്യൻ്റെ മുഖ്യ ശത്രുവാണ് പിശാച് എന്നും അള്ളാഹു ഓർമ്മപ്പെടുത്തി. അഖൂലു മാ തസ്മഊൻ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ്. ഒരു മുതൽ മുടക്കുമില്ലാത്ത, നമ്മിൽ നിന്ന് ഒരു അധ്വാനവുമില്ലാതെ
നമുക്ക് മറ്റുള്ളവർക്ക് നൽകാൻ പറ്റുന്ന ഒരു വലിയ ദാനമാണ് നല്ല വാക്കുകൾ. അതുകൊണ്ട് തന്നെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, കലിമത്തുൻ ത്വയ്യിബത്തുൻ സ്വദഖ, നല്ല വാക്ക് ഒരു വലിയ ധർമ്മമാണ് എന്ന്. ആർക്കും എപ്പോഴും നൽകാൻ പറ്റുന്ന സ്വദഖ എന്നർത്ഥം. ഒരു ദീർഘമായ ഹദീസിൻ്റെ അവസാനം പരലോകത്ത് മനുഷ്യർ കർമ്മങ്ങളൊന്നും തന്നെ രക്ഷപ്പെടുത്താനില്ലല്ലോ എന്ന് സങ്കടപ്പെട്ട് വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കും മുന്നിലേക്കും പിന്നിലേക്കുമൊക്കെ തിരിഞ്ഞു നോക്കും. ഫലാ യറ ഇല്ലന്നാർ, കത്തിജ്വലിക്കുന്ന നരകമാണ് അവിടെ കാണുക എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ഇത്തഖുന്നാറ വലൗ ബിശിഖ്ഖി തംറത്തിൻ, ഒരു കാരക്കയുടെ ചീള് കൊണ്ടെങ്കിലും, അത്ര ചെറിയ ഒരു ധർമ്മം നിർവഹിച്ചെങ്കിലും ഈ നരകത്തെ നിങ്ങൾ കാക്കണം. ഫഇല്ലം യജിദ് ഫബികലിമത്തിൻ ത്വയ്യിബ, ആ ചെറിയ ധർമ്മം ചെയ്യാൻ ഒരു വസ്തു, പണമായോ വസ്തുവായോ കിട്ടിയില്ല എന്ന് വെക്കുക, എന്നാൽ നിങ്ങളുടെ നാവിലൂടെ പുറത്തു വരേണ്ട നല്ല വാക്കുകൾ നൽകണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കൽ സ്വർഗത്തെക്കുറിച്ച് റസൂലുള്ളാഹ് വർണ്ണിച്ചു, ഇന്ന ഫിൽ ജന്നത്തി ഗുറഫൻ യുറാ ളാഹിറുഹാ മിൻ ബാത്തിനിഹാ വ ബാത്തിനുഹാ മിൻ ളാഹിരിഹാ, സ്വർഗത്തിലുണ്ട് ചില അറകൾ, ആ അറകൾ, ആ മണിമേളകൾ, അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്കും പുറത്തു നിന്ന് ഉള്ളിലേക്കും കാണാം എന്നൊക്കെ വർണ്ണിച്ചപ്പോൾ അബൂ മാലിക്കിൽ അശ്അരി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയോട് ചോദിക്കുകയാണ്, ലിമൻ ഹിയ യാ റസൂലല്ലാഹ്, റസൂലെ ഇതൊക്കെ ആർക്കാ ലഭിക്കുക എന്ന്. 3 ഗുണം റസൂലുള്ളാഹി പറഞ്ഞു. ആദ്യം എടുത്തു പറഞ്ഞത് ലിമൻ അത്വാബൽ കലാമ, തൻ്റെ സംസാരം ആരാണ് നന്നാക്കിയത്, വ അത്അമത് ത്വആമ, ആരാണ് മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുത്തത്, വ ബാത ഖായിമൻ വന്നാസു നിയാമുൻ, മനുഷ്യരൊക്കെ ഉറക്കത്തിൽ മുഴുകുന്ന സമയം എഴുന്നേറ്റ് നമസ്കരിച്ചതാര്, അവർക്കാണ് ആ സ്വർഗത്തോപ്പുകളുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ സംസാരത്തെ നന്നാക്കുക, അതുവഴി നമ്മുടെ കർമ്മങ്ങൾ നന്നാകാനും അള്ളാഹു നമ്മുടെ വീഴ്ചകൾ പുറത്തു തരാനും കാരണമാകും. അള്ളാഹു അവൻ ഇഷ്ടപ്പെടുന്ന വാക്കുകൾ സംസാരിക്കാൻ, അവന് തൃപ്തി നേടി ജീവിക്കാൻ, അങ്ങനെ മരിക്കാനുള്ള തൗഫീക്ക് നൽകി നമ്മെ സഹായിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അഅ്തിഖ്നാ മിനൻ നാർ, അല്ലാഹുമ്മ ഷ്ഫി മർളാനാ വ മർളൽ മുസ്ലിമീൻ, اللهم اشف مرضانا وارحم موتانا يا ارحم الراحمين. اللهم لا تدع لنا ذنبا الا غفرته ولا دينا الا قضيته ولا مريضا الا شفيته ولا ميتا الا رحمته ولا بلاء الا رفعته يا ارحم الراحمين. ربنا تقبل منا وتب علينا انك انت التواب الرحيم. اللهم توفنا مسلمين والحقنا بالصالحين. اللهم صل على محمد وعلى ال محمد والحمد لله رب العالمين.